ഈ മഴ വെറുതെ പെയ്തു പോവില്ല. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തമാകുന്നതായി റിപ്പോർട്ടുകൾ. വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിലുടനീളം കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യത എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. വ്യാഴാഴ്ച രാവിലെ പുറത്തുവന്ന ഏറ്റവും പുതിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ അനുസരിച്ച് പറയുന്നത് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്ക് കൂടി അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ മൺസൂൺ എത്തിച്ചേരുമെന്നാണ്. ഇതോടെ ഈ വർഷത്തെ കാലവർഷം രാജ്യത്ത് പൂർണ്ണമായി സജീവമാകുമെന്നാണ് വിലയിരുത്തൽ. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്നും തെക്കോട്ട് സഞ്ചരിക്കുന്നതും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും ശക്തമായ ഈർപ്പമേറിയ കാറ്റ് വീശുന്നതുമാണ് വടക്കൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മഴ ഇത്രയധികം കനക്കാൻ കാരണം. വ്യാപകമായ മഴയോടൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രളയം, കനത്ത വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും എന്നാണ് സൂചന. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയോടും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാരോടും സന്നദ്ധരായിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഉള്ളതിനാൽ തീരവാസികളും ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശനമായി നിർദ്ദേശിക്കുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. കാറ്റിന് സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെയുള്ള തീരദേശ ന്യൂനമർദ്ദപാത്തിയുടെയും തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയുടെയും സ്വാധീനത്തിലാണ് നിലവിലെ മഴ. ഈ പ്രതിഭാസങ്ങൾ കാരണം ജൂലൈ 13 വരെ കേരളത്തിലും മാഹിയിലും പരക്കെ മഴ തുടരാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില വേളകളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് ഈ തീരങ്ങളിൽ നിന്ന് പോകരുത് എന്ന നിർദ്ദേശവും ഉണ്ട്. എന്തായാലും വെറും നിർദ്ദേശമല്ല, കർശന നിർദ്ദേശമാണ്. വെറും ജാഗ്രത പോരാ, അതീവ ജാഗ്രത അത് തന്നെയാണ് അത്യാവശ്യം. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.